നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കലാകാരനാണ് തങ്കച്ചൻ വിതുര. അദ്ദേഹത്തിന്റേതായ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത്. വിതുരയുടെ സ്വന്തം കലാകാരൻ തങ്കച്ചൻ വിതുര ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങൾ സ്വീകരിച്ച കലാകാരനാണ്. ഫ്ലവേഴ്സ് ചാനലിൽ ഇതിനോടകം തന്നെ നിരവധി പ്രോഗ്രാമുകൾ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വലിയ രീതിയിൽ ഹിറ്റായ കുറച്ച് ഷോകൾ മാത്രമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഒന്നാണ് സ്റ്റാർ മാജിക് എന്ന പരിപാടി. തുടക്കത്തിൽ ടമാർ പടാർ എന്ന പേരിലായിരുന്നു ഈ ഷോ സംരക്ഷണം ചെയ്തിരുന്നത്. പിന്നീട് ഷോ ഹിറ്റായപ്പോൾ സ്റ്റാർ മാജിക് എന്ന പേരിൽ നവീകരിച്ചു. ഷോ അവസാനിച്ചിട്ട് മാസങ്ങൾ ഏറെയായെങ്കിലും ഇന്നും യൂട്യൂബിലും മറ്റുമായി പ്രേക്ഷകർ സ്റ്റാർ മാജിക് എപ്പിസോഡുകൾ റീവാച്ച് ചെയ്യുന്നുണ്ട്. ഷോയിൽ പങ്കെടുക്കുന്നവർ എല്ലാം ഒന്നിനൊന്ന് മികച്ചവർ തന്നെയാണ്. സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷം ആരാധകരെ സംബന്ധിച്ചതും തലവര മാറിയതുമായ നിരവധി താരങ്ങളുണ്ട്. അതിൽ മിമിക്രി താരങ്ങളും സിനിമാ നടന്മാരും സീരിയൽ താരങ്ങളും വരെ ഉൾപ്പെടും. അക്കൂട്ടത്തിലുള്ള തങ്കച്ചൻ വിതുരയ്ക്കും ആരാധകർ ഏറെയാണ്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ മിമിക്രി താരവും നടനുമാണ് തങ്കച്ചൻ വിതുര. പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെ തങ്കു എന്നാണ് താരത്തെ വിളിക്കുന്നത്. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിലെ തങ്കുവിന്റെ ഓരോ പ്രകടനങ്ങളും ചിരി സൃഷ്ടിക്കുന്നവയാണ്. ചില സിനിമകളിലും TV പ്രോഗ്രാമുകളിലും തിളങ്ങിയിട്ടുള്ള തങ്കച്ചൻ സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമാണ് ലൈവ് ലൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ തങ്കച്ചന്റെ പുതിയൊരു വീഡിയോയാണ് വൈറലാകുന്നതും ചർച്ചയാകുന്നതും. ഫ്ലവേഴ്സ് ചാനലിന്റെ ഓഫീസിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് തങ്കച്ചനെന്ന് വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത്. എനിക്ക് ഫ്ലവേഴ്സ് സെക്യൂരിറ്റി ജോലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കച്ചന്റെ വീഡിയോ ആരംഭിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ ഫ്ലവേഴ്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നും തങ്കച്ചൻ പറയുന്നതും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങൾ കൃത്യമായി നോക്കി നിർവഹിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. വീഡിയോ അവസാനിക്കുമ്പോൾ തങ്കച്ചൻ പതിവ് ശൈലിയിൽ ഒരു മനോഹരമായ പാട്ടും ആലപിക്കുന്നുണ്ട്. തങ്കച്ചൻ വിതുര ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഫ്ലവേഴ്സ് TVയും 24 ന്യൂസും ഉള്ള ആ വാതിലുകൾക്ക് മുന്നിൽ ഒരു വ്യത്യസ്തമായ വേഷം ധരിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്നെ സാധാരണയായി സ്റ്റുഡിയോയിലെ പ്രകാശിതമായ ലൈറ്റുകൾക്ക് കീഴിലും സിനിമാ സെറ്റുകളിലുമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ നീല യൂണിഫോമിൽ ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ ഞാൻ പുതിയൊരു പാത സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ യാത്രയിൽ എന്നെ പിന്തുണച്ച ഓരോരുത്തരോടും ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൗരവമുള്ള സത്യമുണ്ട്. യൂണിഫോം നമ്മുടെ ശരീരത്തെ മാത്രം മൂടും, ഉള്ളിലെ ആത്മാവിനെ ഒരിക്കലും മറക്കില്ല. പുറത്തേക്ക് ഞാൻ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ തോന്നിയാലും ഈ നീല ഷർട്ടിനുള്ളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ പാടിയ അതേ ഗായകനുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വികാരങ്ങൾ പകർന്ന കവിയുണ്ട്. വർഷങ്ങളായി നിങ്ങൾ കൈയടിച്ച് പിന്തുണച്ച അതേ നായകനുണ്ട്. ഓരോ ജോലിക്കും അതിന്റെ മഹത്വമുണ്ട്. ഓരോ വേഷവും ഒരു പ്രകടനമാണ്. ജീവിതം നിങ്ങൾക്ക് ഏത് യൂണിഫോം തന്നാലും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഒരിക്കലും മങ്ങരുതെന്നൊരു ഓർമ്മപ്പെടുത്തലായി ഇത് മാറട്ടെ എന്നാണ് വീഡിയോ പങ്കുവെച്ച് തങ്കച്ചൻ കുറിച്ചത്. വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ മിമിക്രിയും അഭിനയവും ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യങ്ങളാണ് ഏറെയും വന്നത്. ഏതെങ്കിലും സ്കിറ്റിന്റെ ഭാഗമാണോ എന്നും ചിലർ ചോദിച്ചു. ഇത്രയും നല്ല കലാകാരൻ സെക്യൂരിറ്റി ജോലിയിൽ നിൽക്കേണ്ട ആളല്ല. ചവറ് കോമഡിയും പറയുന്ന പലരും സിനിമയിലും TV ഷോകളിലും വിലസുന്നു. തങ്കുകണ്ണൻ അവർക്ക് മേലെ വളരേണ്ട ആളാണെന്നിങ്ങനെ ചിലർ കുറിച്ചു. നിരവധി പേരാണ് സംഭവം എന്താണെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വേഷത്തിൽ ആണോ ഇനി കാണുന്നത്, അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ പഴയ തങ്കച്ചനായിട്ട് വരില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. സ്റ്റാർ മാജിക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിരവധി വിമർശനങ്ങളിലും അതുപോലെ തന്നെ പല വിവാദങ്ങളിലും എല്ലാം ചെന്നപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊന്ന് തന്നെയായിരുന്നു ഹണി റോസിന്റെ ഒരു സംഭവം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വലിയ ഘടകമായതോടെ വിനയായത് പല കോമഡി ഷോകൾക്കും സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കുമായിരുന്നു. അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പല പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം നേരിട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട് ടെലിവിഷൻ ഷോകളിലൊന്നായിരുന്നു സ്റ്റാർ മാജിക്. ബോഡി ഷേമിംഗ് തമാശകളുടെ പേരിൽ ഒന്നിലേറെ തവണ സ്റ്റാർ മാജിക് വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിമർശനം വന്നിട്ടും ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ഷോയിലുണ്ടായി. നടൻ തങ്കച്ചൻ വിതുര ഹണി റോസിനെ പരിഹസിച്ചുകൊണ്ട് ചെയ്ത സ്കിറ്റ് വലിയ വിമർശനം നേടിയിരുന്നു. പിന്നാലെ ഒരു അഭിമുഖത്തിൽ ബോഡി ഷേമിംഗ് തമാശകളെ കുറിച്ച് തങ്കച്ചൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയുണ്ടായി. ഇപ്പോൾ ആ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ബോഡി ഷേമിംഗ് എന്ന വിമർശനം പെർഫോമൻസിനെ ബാധിക്കുന്നതായി തോന്നിയിട്ടുണ്ടെന്ന് തങ്കച്ചൻ വിതുര പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ തെറ്റ് മനസ്സിലാക്കണമെന്നും തങ്കച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന സമയത്ത് സ്വയം മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു ധാരണ ഉണ്ടാകണമല്ലോ, അത് വേണ്ടായിരുന്നു, അത് ശരിയായില്ല, പാടില്ലായിരുന്നു എന്ന് തോന്നാം. വന്ന് കട്ടിലിൽ കിടന്ന് ഉടനെ ഉറങ്ങില്ലല്ലോ. ഉറങ്ങുന്നതിന് മുമ്പ് കിട്ടുന്ന 2 മിനിറ്റെങ്കിലും ഉണ്ടാകുമല്ലോ. മുകളിലേക്ക് നോക്കി കിടക്കുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളത് ഓർത്താൽ മതി. അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു, മോശമായി പോയി, നാളെ അവനോട് പറയാം, അത് ചെയ്യണ്ടായിരുന്നു എന്നെല്ലാം ചിന്തിക്കാം. എല്ലാം ചിന്തിക്കേണ്ട 2 മിനിറ്റ് മതി. ചെയ്തു പോയതോ പറഞ്ഞു പോയതോ ആയ എന്ത് കാര്യവും ആലോചിച്ച് ക്ലിയർ ചെയ്യാൻ സമയമെടുത്താൽ മതി. അതിൽ നിന്നെല്ലാം ഒരു ബോധമുണ്ടാകുമെന്ന് തങ്കച്ചൻ വിതുര പറയുന്നു. ഹണി റോസിനെ പരോക്ഷമായി പരിഹസിച്ച ഷോ അന്നുണ്ടാക്കിയ ചർച്ചകൾ ചെറുതല്ല.
തങ്കച്ചൻ വിതുര, അഖിൽ എന്നിവർ ചേർന്ന് നടത്തിയ ഒരു സ്കിറ്റായിരുന്നു ഇത്. ഉത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അഖിൽ തങ്കച്ചനോട് സ്കിറ്റിൽ ചോദിച്ചു. ഉദ്ഘാടനം എന്ന് തങ്കച്ചൻ മറുപടി നൽകി പരിഹാസ രൂപേണ തിരിഞ്ഞു നടന്നു. തങ്കച്ചനെ കൂടാതെ ബിനു അടിമാലി ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകളും ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ വ്യാപക വിമർശനം നേരിട്ടിട്ടുണ്ട്. അതേസമയം ബോഡി ഷെയ്മിങ്ങിന് അനുകൂലിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ബിനു അടിമാലി സംസാരിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഈ കലാകാരന്മാരിൽ പലരും തമാശ രീതിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെ ചിരിപ്പിക്കാനാണ്. ഇതൊന്നും ബോഡി ഷെയ്മിങ്ങോ വ്യക്തിപരമായി ദ്രോഹിക്കുന്നതോ അല്ല. പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം, അന്നൊന്നും ബോഡി ഷെയ്മിങ് എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ലാലേട്ടനും ശ്രീനിവാസനും എത്ര സിനിമകളിലാണ് ഇത്തരം തമാശകൾ പറഞ്ഞത്. വ്യക്തിപരമായി അവരൊന്നും അങ്ങനെയുള്ള അല്ലല്ലോ എന്നും ബിനു അടിമാലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അന്തരിച്ച നടൻ കൊല്ലം സുധി തങ്കച്ചന്റെ സുഹൃത്തുക്കൾ ഒരാളായിരുന്നു. കൊല്ലം സുധിയുടെ മരണം തങ്കച്ചൻ ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. അഭിമുഖത്തിൽ സുധിച്ചേട്ടനുമായി 10-30 വർഷം ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നും ഇന്നലെയുമുള്ള ബന്ധമായിരുന്നില്ല അത്. ആർട്ടിസ്റ്റ് എന്നതിലുപരി എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്നയാളായിരുന്നു അദ്ദേഹം എന്ന് തങ്കച്ചൻ വിതുര പറഞ്ഞു. അതേസമയം സുധിച്ചേട്ടനുമായുള്ള 10-30 വർഷത്തെ ബന്ധമാണ്. ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. 1995 കാലഘട്ടം മുതൽ അറിയാം. കലാകാരന്മാർ എന്നതിലുപരി താനൊരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് സുധിച്ചേട്ടനെ കാണുന്നത്. തങ്ങൾ തമ്മിൽ ഒരു വയസ്സിന്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിക്കാനൊക്കെ ഒത്തുകൂടുന്നത് എല്ലാവരും ഒരു സ്ഥലത്തായിരിക്കും. അപ്പോഴായിരിക്കും കാണുക. അന്ന് ഇന്നത്തെ പോലെയല്ല. എല്ലാ ട്രിപ്പുകൾക്കും പരിപാടികൾക്കും കാണും. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിറങ്ങുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. അങ്ങനെയും കാണും. തങ്ങൾ ഒരു സമിതിയിൽ സഹകരിച്ചിട്ടുമുണ്ട്. നല്ലൊരു കലാകാരൻ, ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നത് വിഷമം തന്നെയാണ്. സ്റ്റാർ മാജിക്കിന്റെ പഴയ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ഒരു മനുഷ്യനായിരുന്നു. അന്നത്തെ ദിവസം പുലർച്ചെയാണ് മരണവിവരം അറിഞ്ഞത്. അഖിലാണ് വിളിച്ചു പറഞ്ഞത്. വിതുരയിൽ ഉത്സവപ്പറമ്പുകളിലാണ് തന്റെ തുടക്കം. സുധിച്ചേട്ടനും ആ ഒരു സമയത്താണ് അത് ഇതിലേക്ക് വന്നത് എന്നാണ് തോന്നുന്നത്. സുധിച്ചേട്ടന്റെ മരണശേഷം സ്റ്റാർ മാജിക് വീണ്ടും തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് മാത്രമേ താൻ ഉണ്ടായിരുന്നുള്ളൂ. 1 വർഷത്തോളം അപകടം പറ്റി കിടപ്പിലായിരുന്നു. കുറേ നാൾ മാറി നിന്നു. ഇന്നലെ വരെ കൂടെ നിന്ന ആൾ ഇല്ലാത്തത് വിഷമം തന്നെയാണ്. ചില എപ്പിസോഡുകളിൽ വന്ന് പോകുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ബിഗ് ബോസിലേക്ക് 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോയില്ല. ഇത്തവണ വിളിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ വേറെ ഷോകൾ ഉണ്ടായിരുന്നു. പോകാൻ ആഗ്രഹമില്ലെന്നും തങ്കച്ചൻ പറഞ്ഞു.